വ്യവസായിയുടെ രഹസ്യം. അധ്യായം 1. പുതിയ സെക്രട്ടറി. കൊച്ചിയിലെ വലിയ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു വിക്രം. 45-കാരൻ, നല്ല ആകൃതി, പണക്കാരൻ. ഭാര്യ മക്കളോടൊപ്പം ലണ്ടനിൽ. ഒരു ദിവസം പഴയ സെക്രട്ടറി രാജിവെച്ചു. പുതിയ ആളിനെ തേടി. ഇന്റർവ്യൂവിൽ മനോഹരി വന്നു. ദീപ്തി. 28-കാരി, MBA. നല്ല നിറം, നീണ്ട കാലുകൾ, സ്യൂട്ടിൽ മനോഹരി. നാളെ മുതൽ വരാം, വിക്രം പറഞ്ഞു. ദീപ്തി പുഞ്ചിരിച്ചു. വിക്രം അവളുടെ നടത്തം നോക്കി നിന്നു. അധ്യായം 2. അടുപ്പം. ദിവസങ്ങൾ കഴിഞ്ഞു. ദീപ്തി നല്ല സെക്രട്ടറി. വിക്രം അവളെ ശ്രദ്ധിച്ചു. ഒരു ദിവസം വൈകുന്നേരം ഓഫീസിൽ തനിച്ചായി. ദീപ്തി, നിന്നോട് എന്തോ പറയണം. എന്ത് സാർ? എനിക്ക് നിന്നെ ഇഷ്ടമായി. ദീപ്തി നിശബ്ദയായി. പിന്നെ എനിക്കും സാർ. പക്ഷേ നിങ്ങൾ വിവാഹിതൻ. ഭാര്യ വിദേശത്താണ്. അത് കാര്യമല്ല. വിക്രം എഴുന്നേറ്റ് അവളെ കെട്ടിപ്പിടിച്ചു. ചുംബിച്ചു. ദീപ്തി പ്രതിരോധിച്ചു. പക്ഷേ വേണ്ടെന്ന് പറഞ്ഞില്ല. അധ്യായം 3. ആദ്യ രാത്രി. അന്ന് രാത്രി വിക്രം ദീപ്തിയെ ഡിന്നറിന് കൊണ്ടുപോയി. പിന്നെ അപ്പാർട്ട്മെന്റിലേക്ക്. ഇത് ശരിയാണോ സാർ? എനിക്ക് നിന്നെ വേണം. അവർ ചുംബിച്ചു. വിക്രം അവളുടെ സ്യൂട്ട് അഴിച്ചു. വെള്ള ബ്ലൗസും സ്കർട്ടും. നീ സുന്ദരിയാണ്. അവൻ അവളെ കട്ടിലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബ്ലൗസ് അഴിച്ചു. ബ്രാ മാറ്റി. വലിയ മുലകൾ. എന്ത് വലുപ്പം! അവൻ അവയിൽ മുഖം വെച്ചു. ദീപ്തി മൂളി. അമ്മേ. സാറേ. പിന്നെ അവൻ സ്കർട്ടും പാൻറ്റീസും മാറ്റി. അവളെ സുഖിപ്പിച്ചു. ദീപ്തി ഉയരത്തിൽ എത്തി. വായ്. ഇനി നിന്നെ വേണം. വിക്രം അവളിലേക്ക് പ്രവേശിച്ചു. അവർ ഒന്നുപോലെ ചലിച്ചു. അധ്യായം 4. രഹസ്യബന്ധം. അന്നു മുതൽ അവർ രഹസ്യബന്ധത്തിലായി. ഓഫീസിൽ സർ, പുറത്ത് പ്രിയതമൻ. ദീപ്തിക്ക് പ്രൊമോഷൻ കിട്ടി. വിക്രം അവളെ സഹായിച്ചു. ഒരു ദിവസം ഭാര്യ അപ്രതീക്ഷിതമായി വന്നു. ദീപ്തിയെ കണ്ടു. ഇവൾ ആരാണ്? സെക്രട്ടറി. ഭാര്യ സംശയിച്ചു. പക്ഷേ തെളിവില്ല. അധ്യായം 5. തീരുമാനം. ഭാര്യ തിരിച്ചുപോയി. വിക്രം ദീപ്തിയോട് പറഞ്ഞു. നമുക്ക് വേർപിരിയണം. ദീപ്തി കരഞ്ഞു. എന്തിന്? ഭാര്യ സംശയിക്കുന്നു. എനിക്ക്. വിക്രവും ദീപ്തിയും വിവാഹം കഴിച്ചു. ചെറിയ ചടങ്ങ്. ദീപ്തി ഇപ്പോൾ കമ്പനിയുടെ പൗമ്യാമൻ. വിക്രം അവളെ സ്നേഹിച്ചു. രാത്രികളിൽ അവർ സുഖിച്ചു. ദീപ്തി ഗർഭിണിയായി. നീ എന്റെ ജീവിതമാണ്, വിക്രം പറഞ്ഞു. നീ എന്റെ ശ്വാസമാണ്. അങ്ങനെ വ്യവസായിയുടെ രഹസ്യം ഒരു സുന്ദരമായ കുടുംബമായി മാറി. മുഗ്ധാവ് ഭാഷ ജേവകെ. വ്യവസായിയുടെ രഹസ്യം. അധ്യായം 1. പുതിയ സെക്രട്ടറി. കൊച്ചിയിലെ വലിയ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു വിക്രം. 45-കാരൻ, നല്ല ആകൃതി, പണക്കാരൻ. ഭാര്യ മക്കളോടൊപ്പം ലണ്ടനിൽ. ഒരു ദിവസം പഴയ സെക്രട്ടറി രാജിവെച്ചു. പുതിയ ആളിനെ തേടി. ഇന്റർവ്യൂവിൽ മനോഹരി വന്നു. ദീപ്തി. 28-കാരി, MBA. നല്ല നിറം, നീണ്ട കാലുകൾ, സ്യൂട്ടിൽ മനോഹരി. നാളെ മുതൽ വരാം, വിക്രം പറഞ്ഞു. ദീപ്തി പുഞ്ചിരിച്ചു. വിക്രം അവളുടെ നടത്തം നോക്കി നിന്നു. അധ്യായം 2. അടുപ്പം. ദിവസങ്ങൾ കഴിഞ്ഞു. ദീപ്തി നല്ല സെക്രട്ടറി. വിക്രം അവളെ ശ്രദ്ധിച്ചു. ഒരു ദിവസം വൈകുന്നേരം ഓഫീസിൽ തനിച്ചായി. ദീപ്തി, നിന്നോട് എന്തോ പറയണം. എന്ത് സാർ? എനിക്ക് നിന്നെ ഇഷ്ടമായി. ദീപ്തി നിശബ്ദയായി. പിന്നെ എനിക്കും സാർ. പക്ഷേ നിങ്ങൾ വിവാഹിതൻ. ഭാര്യ വിദേശത്താണ്. അത് കാര്യമല്ല. വിക്രം എഴുന്നേറ്റ് അവളെ കെട്ടിപ്പിടിച്ചു. ചുംബിച്ചു. ദീപ്തി പ്രതിരോധിച്ചു. പക്ഷേ വേണ്ടെന്ന് പറഞ്ഞില്ല. അധ്യായം 3. ആദ്യ രാത്രി. അന്ന് രാത്രി വിക്രം ദീപ്തിയെ ഡിന്നറിന് കൊണ്ടുപോയി. പിന്നെ അപ്പാർട്ട്മെന്റിലേക്ക്. ഇത് ശരിയാണോ സാർ?
എനിക്ക് നിന്നെ വേണം. അവർ ചുംബിച്ചു. വിക്രം അവളുടെ സ്യൂട്ട് അഴിച്ചു. വെള്ള ബ്ലൗസും സ്കർട്ടും. നീ സുന്ദരിയാണ്. അവൻ അവളെ കട്ടിലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബ്ലൗസ് അഴിച്ചു. ബ്രാ മാറ്റി. വലിയ മുലകൾ. എന്ത് വലുപ്പം! അവൻ അവയിൽ മുഖം വെച്ചു. ദീപ്തി മൂളി. അമ്മേ. സാറേ. പിന്നെ അവൻ സ്കർട്ടും പാൻറ്റീസും മാറ്റി. അവളെ സുഖിപ്പിച്ചു. ദീപ്തി ഉയരത്തിൽ എത്തി. വായ്. ഇനി നിന്നെ വേണം. വിക്രം അവളിലേക്ക് പ്രവേശിച്ചു. അവർ ഒന്നുപോലെ ചലിച്ചു. അധ്യായം 4 രഹസ്യബന്ധം. അന്നു മുതൽ അവർ രഹസ്യബന്ധത്തിലായി. ഓഫീസിൽ സർ, പുറത്തു പ്രിയതമൻ. ദീപ്തിക്ക് പ്രൊമോഷൻ കിട്ടി. വിക്രം അവളെ സഹായിച്ചു. ഒരു ദിവസം ഭാര്യ അപ്രതീക്ഷിയോട് പറഞ്ഞു, നമുക്ക് വേർപിരിയണം. ദീപ്തി കരഞ്ഞു. എന്തിന്? ഭാര്യ സംശയിക്കുന്നു. എനിക്ക് നിന്നെ വേണം. വിക്രം നിശബ്ദനായി. പിന്നെ ഞാൻ വിവാഹമോചനം നേടാം. ദീപ്തി കാത്തിരുന്നു. 2 വർഷം കഴിഞ്ഞു. വിവാഹമോചനം കിട്ടി. അധ്യായം 6 പുതിയ ജീവിതം. വിക്രവും ദീപ്തിയും വിവാഹം കഴിച്ചു. ചെറിയ ചടങ്ങ്. ദീപ്തി ഇപ്പോൾ കമ്പനിയുടെ പൗമ്യാമൻ. വിക്രം അവളെ സ്നേഹിച്ചു.